ലോകമെമ്പാടും രാമജന്മഭൂമിയിലെ ശുഭമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കെ കേരളത്തിൽ നിന്നും കർസേവക്കായി അയോധ്യയിലെത്തിയ വി.കെ. വിശ്വനാഥൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. തൃശൂരിൽ എം. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയോധ്യ രാമജന്മഭൂമി രാമമന്ത്രങ്ങളാൽ മുഖരിതമാകുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കെ അയോധ്യയിലേക്ക് രാമദൗത്യത്തിനായി പോയ കേരളത്തിൽ നിന്നുമെത്തിയ കർസേവകർക്കും കഥകൾ പറയാനുണ്ട്. കർസേവകരിൽ കേരളത്തിൽ നിന്നും പോയതിൽ പ്രധാനമായിട്ടും വി.കെ. വിശ്വനാഥൻ, അതായത് സ്വന്തം വിശ്വം പാപ്പാജി നമ്മളൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് കർസേവയിലും പങ്കെടുത്തു, അവിടുത്തെ അനുഭവങ്ങൾ. ആദ്യത്തെ കരസേവ 1990 ഒക്ടോബർ മാസം 30 ആയിരുന്നു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ 3 പേര് അവിടെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. ശ്രീ എ. ഗോപാലകൃഷ്ണനും തിരുവനന്തപുരത്ത് രാജശേഖരനും ഞാനും. അവിടെ എത്തിയ സമയത്ത് അവിടെ പോയി ദർശനം നടത്തി യഥാർത്ഥത്തിലുള്ള ചിത്രമൊക്കെ നമുക്ക് മനസ്സിലായി. അതിനുശേഷം ആദ്യത്തെ കരസേവ നടന്നു. ആ സമയത്ത് പൂർണ്ണമായും കർഫ്യൂ, അതേപോലുള്ള തടസ്സങ്ങളും റോഡും അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാം അതിർത്തി പ്രദേശത്തെ പോലുള്ള തയ്യാറെടുപ്പുകളും കമ്പിവേലികളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കർഫ്യൂ പ്രഖ്യാപിച്ചതുകൊണ്ട് 2-3 പേർക്ക് പോലും ഒന്നിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇതെല്ലാം ഉണ്ടായിട്ടും നിശ്ചയിക്കപ്പെട്ട ഒക്ടോബർ മാസം 30 രാവിലെ 9:30 മണി ആയപ്പോഴേക്കും തർക്കമന്ദിരത്തിൻ്റെ പൂർണ്ണമായും പ്രദേശങ്ങളിൽ മുഴുവൻ കരസേവകന്മാരെ കൊണ്ട് നിറഞ്ഞു. 10 മണിക്ക് പെട്ടെന്ന് 2-3 പേർ അതിനകത്ത് കയറുകയും ആദ്യത്തെ ഡൂമിൻ്റെ മുകളിൽ 2 ഇഷ്ടികകൾ താഴെ വീഴുകയും കാവിക്കൊടി ഉയർത്തുകയും അങ്ങനെ ആദ്യത്തെ കരസേവ നിശ്ചയിച്ച സമയത്ത് നടന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ വെടിവെച്ച് വീഴ്ത്തി. അതിനുശേഷം നവംബർ 2 എപ്പോഴും ഒരിക്കലും മറക്കാത്ത സംഭവം, നവംബർ മാസം 2 ഭജന പാടിക്കൊണ്ട് മുന്നോട്ട് പോയ 10,000-കണക്കിന് കരസേവകന്മാരെ മുഖ്യമന്ത്രി മുലായം സിംഗിൻ്റെ നിർദ്ദേശമനുസരിച്ച് വെടിവെച്ച് വീഴ്ത്തി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കേവലം രാമനാമം മാത്രം ജപിച്ച് നിന്നവരെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ആ സന്ദർഭത്തിൽ കൽക്കട്ടയിൽ നിന്ന് വന്ന കോത്താരി സഹോദരന്മാരിൽ ഒരാളെ വെടിവെച്ച് വീഴ്ത്തി. പെട്ടെന്ന് ഓടിയെത്തിയ സഹോദരൻ അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി. പിന്നീട് സരയിൽ കൂടി ശവങ്ങൾ ഒഴുകി. റോഡിൽ കൂടി കാണുമ്പോൾ കട്ടവണ്ടിയിൽ, പിടിവണ്ടിയിൽ ശവവുമായിട്ട് അങ്ങനെ പോകുന്ന കാഴ്ച കണ്ടു. അങ്ങേയറ്റത്തെ ദുഃഖകരമായ ഒരു ശ്മശാന മൂകതയായിരുന്നു ആ 2 സംഭവിച്ചത്. പക്ഷേ ആദ്യത്തെ കരസേവ നടന്നു. രണ്ടാമത്തെ കരസേവയെ സംബന്ധിച്ചിടത്തോളം 1992 ഡിസംബർ 6 ആയിരുന്നു. അതിനിടയിൽ ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടന്നു. കോടതിപരമായ നിയമങ്ങൾ അനുസരിച്ച് വാദമുഖങ്ങൾ നടക്കുന്നു, ഇതെല്ലാം ഉണ്ട്. അതിനിടയിൽ നരസിംഹറാവു കരസേവകന്മാർ നമ്മുടെ നേതൃത്വത്തോട് പറഞ്ഞു, അവിടെ കരസേവ നടക്കട്ടെ, പക്ഷേ ആ കരസേവ ഒരു സിംബോളിക് കരസേവയായിരിക്കണം. എന്താണ് സിംബോളിക് കരസേവ? എല്ലാ കരസേവകന്മാരും സരയിൽ പോയി മുങ്ങിക്കുളിച്ച് അതിൽ നിന്നൊരു പിടി മണ്ണെടുത്തുകൊണ്ട് അയോധ്യയിൽ കൊണ്ട് സമർപ്പിക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിംബോളിക് കരസേവ. പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഡിസംബർ 6 നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കരസേവന്മാരെത്തി. രണ്ടും നമ്മളുടെ വ്യത്യാസം, അന്ന് മുഖ്യമന്ത്രി കല്യാൺ സിംഗ് ആണ്. അതിനിടയിൽ അയോധ്യയിൽ പരിവർത്തനങ്ങളുണ്ടായി. ആവശ്യമില്ലാത്ത കെട്ടിടങ്ങളൊക്കെ മാറ്റി നല്ല നിരപ്പാക്കി ഒരു വലിയ മൈതാനം തന്നെ ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു എങ്കിലും ഡിസംബർ മാസം 6 രാവിലെ ഒരു 10 മണിയോട് കൂടി ആ സെക്യൂരിറ്റിയൊക്കെ ഭേദിച്ച് ചില കരസേവകന്മാരകത്ത് കയറുകയും 3 ഡൂമുകളും പൂർണ്ണമായും പൊളിക്കുകയും 3 ഡൂമുകളും തകർന്നു വീഴുകയും ചെയ്തു. 3 ഇഷ്ടിക കൂമ്പാരങ്ങൾ അവിടെ കണ്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പുതിയ ക്ഷേത്ര നിർമ്മാണം തുടങ്ങി. 2 മണി ആയപ്പോഴേക്കും പുതിയ ക്ഷേത്രത്തിന് രൂപം കൊടുത്തു. ആൾക്കാർ CRPL ഉൾപ്പെടെ ആൾക്കാർ പോയി ദർശനം നടത്തി. ആ സമയത്ത് അയോധ്യയിലുണ്ട് അന്തരീക്ഷം എന്ത്? ആ അയോധ്യയിലെ അന്തരീക്ഷം വലിയ ഒരു മംഗളമുഹൂർത്തം, ഒരു ദീപാവലി ആഘോഷം പോലെ. താളങ്ങളും മേളങ്ങളും പൂജാമണിയും ഒക്കെ അടിച്ചുകൊണ്ട് ജയ ശ്രീരാം വിളികളോടുകൂടി പൂർണ്ണമായും രാമമന്ത്രം മുഴങ്ങിയ സന്തോഷവും അതോടൊപ്പം തന്നെ അത്ഭുതകരമായ തരത്തിലുള്ള ഒരവസ്ഥയായിരുന്നു അന്ന് അയോധ്യയിൽ കാണാൻ കഴിഞ്ഞത്. ആ തരത്തിൽ അയോധ്യയിൽ പൂർണ്ണമായും കരസേവ 2 കരസേവയിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. ആദ്യം കേരളത്തിൽ 2500 പേര് പങ്കെടുത്തു.
പിന്നീട് 500 പേര് പങ്കെടുത്തു. പക്ഷേ 3 മണിയോടുകൂടി പൂർണ്ണമായും അയോധ്യ ക്ഷേത്ര തട്ടകം പോലീസ് വളഞ്ഞു, അവർ കസ്റ്റഡിയിലെടുത്തു. രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് എത്തുമ്പോഴേക്കും അങ്ങോട്ട് പ്രവേശനമില്ല. നേരെ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ട്രെയിനുകളും റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറില്ല, TTR ഇല്ല. എല്ലാവർക്കും അവരുടെ സംസ്ഥാനങ്ങൾക്ക് പോകാനുള്ള ആ ഒരു പ്രേരണയായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. ഇതാണ് രണ്ടാമത്തെ കരസേവ നമ്മുടെ ഓർമ്മയിലുള്ളത്. വരുന്ന വഴിയും എല്ലാം ഒരു ഉഗ്രമായ അന്തരീക്ഷം. കരസേവകരെ കാണുന്ന സമയം റെയിൽവേ സ്റ്റേഷനുകളിൽ വന്ന് നമസ്കരിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ. ഇതായിരുന്നു രണ്ടാമത്തെ കരസേവയിൽ നടന്നത്. എല്ലാം അങ്ങേറ്റത്തെ ശ്രേഷ്ഠമായ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുകയാണ്. വിശദീകരിക്കാനാണ് മണിക്കൂറുകളോളം വേണം. ഈ സന്ദർഭത്തിൽ ഈ രണ്ടാമത്തെ കരസേവയും കൂടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീരാം. ഇന്ന് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു നിമിഷം വളരെ അഭിമാനപൂർവ്വം തന്നെയായിരുന്നു. ഈ നിമിഷം അങ്ങേറ്റത്തെ ആനന്ദമുണ്ട്. കാരണം മുൻപറ്റുള്ള അവസ്ഥ അറിയാം, അതിനുശേഷമുള്ള അവസ്ഥ അറിയാം. കേരളത്തെ സംബന്ധിച്ച് ഗ്രാമങ്ങളിൽ രാമമന്ത്രമുണ്ട്, രാമായണമുണ്ട്, അധ്യാത്മരാമായണമുണ്ട്, നാലമ്പല യാത്രയുണ്ട്, ഇതെല്ലാമുണ്ട്. ഈ സന്ദർഭത്തിൽ കാണുന്നൊരു പ്രത്യേകത, മുഴുവൻ ഭാരതവും രാമനാമത്താൽ ഐക്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ സംഘടനകളും ഇതിന് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അത്ഭുതകരമായൊരു പരിവർത്തനമാണ്. അത് ഈ ഭാരതത്തെ ശക്തിശാലിനിയാക്കി മാറ്റും. ശ്രീരാമ മന്ത്രത്തിലൂടെ ഭാരതം ഉയർന്നെണീക്കുകയാണ്. ധർമ്മം വീണ്ടും ആ തരത്തിൽ പുനഃസ്ഥാപിതമായുള്ളൊരു വികാരമാണ് നമുക്കുള്ളത്. ജയ് ശ്രീരാം. അത്തരത്തിൽ ആ പുണ്യമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ് രാമഭക്തർ. അതോടൊപ്പം ആവേശകരമായിട്ടുള്ള ഓർമ്മകളുമായി കർസേവകരുമുണ്ട്. എം മനോജ്, ജനം, തൃശ്ശൂർ.